ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. കോവയ്ക്ക കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലേ. മെഴുക്ക് പുരട്ടിയും തോരനും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് കോവയ്ക്കയും ഉണക്ക ചെമ്മീനും ചേർത്ത് തയ്യാറാക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. കോവയ്ക്കയും ഉണക്കച്ചെമ്മീനും ചേർന്നുള്ള തോരൻ റെഡിയാക്കാനായിട്ട് 3/4 കപ്പ് കോവയ്ക്ക ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. രണ്ടായിട്ടൊന്ന് നടുവേ കീറിയതിന് ശേഷമാണ് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു ചെറിയ സവാള ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അരപ്പിനായിട്ട് ഒരു ചെറിയ മുറി തേങ്ങയുണ്ട്, 3 പച്ചമുളകുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്, 3 ചുള വെളുത്തുള്ളിയുണ്ട്, ഒരു 5 ചുള ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ച് എടുത്താൽ മതിയാവും. പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് നമുക്ക് ഈ തോരൻ തയ്യാറാക്കേണ്ടത്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് 3 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമൊന്നും ആകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ മതിയാവും. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. ചെമ്മീൻ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇടാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരല്പം വെള്ളമൊന്ന് ഒഴിച്ച് കൊടുക്കാം, വളരെ കുറച്ച് മതി. ഇനി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. നമ്മുടെ കോവയ്ക്കൊക്കെ ഇതാ കണ്ടോ, 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പ സമയം കൂടി ഒന്ന് മൂടി വെക്കാം. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കാം. അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരല്പം കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്